സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു കാൾ മീ ഹോണസ്റ്റ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് NCERT ബുക്സാണ്. ക്ലാസ് 6th മാത്സ് സബ്ജക്റ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ 6ാമത്തെ ചാപ്റ്റർ നമ്മൾ മുന്നേ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചത് തന്നെയാണ്. പെരിമീറ്റർ ആൻഡ് ഏരിയ എന്നുള്ള ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് അതിൻ്റെ കണ്ടിന്യൂ ആയിട്ടാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചധികം പ്രോബ്ലംസ് വെച്ചിട്ട് തന്നെ വർക്കൗട്ട് ചെയ്യാം. ഇതിൻ്റെ മുന്നേ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് റിമൈൻഡ് ചെയ്ത് പറഞ്ഞു തരാം. പെരിമീറ്റർ ആൻഡ് ഏരിയ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. 6ാമത്തെ ചാപ്റ്ററാണ് NCERT 6ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ മാത്സ് വിഷയം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ പെരിമീറ്റർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റെക്റ്റാങ്കിളിൻ്റെയും സ്ക്വയറിൻ്റെയും ട്രയാങ്കിളിൻ്റെയും കണ്ടിട്ടുണ്ടായിരുന്നു. റെക്റ്റാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ റെക്റ്റാങ്കിളിൻ്റെ 4 സൈഡാണ്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ ലെങ്ത്താണ് ഈക്വൽ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ട്വൈസ് ദ സമ്മേഷൻ ഓഫ് ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ്. 2 × ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണെങ്കിൽ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കിട്ടും. സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയതുകൊണ്ട് 4 ടൈംസ് 4 സൈഡാണ് ഉള്ളത്. അപ്പോൾ 4 ടൈംസ് ഇറ്റ്സ് 1 സൈഡ് ഓഫ് എ സ്ക്വയർ ആണ്. ഒരു സൈഡിൻ്റെ 4 തവണകളായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് സ്ക്വയറിൻ്റെ പെരിമീറ്റർ കിട്ടും. അതേപോലെ ട്രയാങ്കിളിൻ്റെ എന്നുണ്ടെങ്കിൽ ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സാണ് ഉള്ളത്. ആ 3 സൈഡും കൂടെ ആഡ് ആക്കിയാൽ ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററും കൂടിയും കിട്ടും. ഈ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുറ്റളവാണ്. അതിന് എത്ര ലെങ്ത് ഉണ്ട് എന്നുള്ളത് ടോട്ടലായിട്ടൊന്ന് ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ടുള്ള മെത്തേഡ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ഫൈൻഡ് ദ മിസ്സിംഗ് ടേംസ് ആണ്. ക്വസ്റ്റ്യൻ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈക്വൽ ടു 14 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ, ലെങ്ത്ത് ക്വസ്റ്റ്യൻ മാർക്കാണ്. നമുക്കത് എങ്ങനെയാണ് ആൻസറിലോട്ട് കിടക്കണമെന്ന് ഞാൻ പറഞ്ഞു തരാം. നമുക്ക് ഫസ്റ്റിന് ഒരു റെക്റ്റാങ്കിൾ ഡ്രോ ചെയ്തിട്ടുണ്ട്. ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ്സാണ് ഈക്വലി ഉള്ളത്. അപ്പോൾ 2 ലെങ്ത്തും 2 ബ്രെഡ്ത്തും ആണ് ഉള്ളത്. അപ്പോൾ പെരിമീറ്റർ ആഡ് ആക്കുകയാണ് ചെയ്യുന്നത്. 2 ടൈംസ് ഇറ്റ്സ് ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്താണ്. അതായത് നമ്മൾ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ നമുക്ക് തന്നിട്ടുണ്ട് 14 സെൻറ്റിമീറ്റർ ആണെന്നുള്ളത്. ബ്രെഡ്ത്ത് ബീൻ എന്നുള്ള രീതിക്ക് ഡെനോട്ട് ചെയ്യാണ്. 2 സെൻറ്റിമീറ്റർ ആണ്. ലെങ്ത്ത് L ക്വസ്റ്റ്യൻ മാർക്കാണ്. നമുക്കറിയാം പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2 × ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ നമുക്ക് കിട്ടും പെരിമീറ്റർ ഈക്വൽ ടു 14 ആണ്. 14 ഈക്വൽ ടു 2 ടൈംസ് ലെങ്ത്ത് പ്ലസ് 2 ആണ്. ആ ഒരു 2 മൾട്ടിപ്ലൈ ചെയ്ത 2നെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഡിവൈഡഡ് ബൈ 2 ആവും. ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും ലെങ്ത്ത് പ്ലസ് 2 ആഡ് ആക്കിയാലാണ് 14 ഡിവൈഡഡ് ബൈ 2 എന്നുള്ളത് കിട്ടുന്നത്. അത് ഈക്വൽ ടു അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് 14 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് 7 ആണ് അല്ലേ. 14 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ 7 ഈക്വൽ ടു 7 എന്ന് പറയുന്നതാണ് L + 2. റൈറ്റ് സൈഡിലുള്ള +2നെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ -2 ആവും. അതായത് 7 - 2 ആണ്. 7 - 2 ഈക്വൽ ടു ലെങ്ത് ആണ്. അപ്പോൾ നമുക്ക് കിട്ടി 7 - 2 എന്ന് പറയുന്നത് 5 ആണ് അല്ലേ. 5. അപ്പോൾ L ഈക്വൽ ടു 5 എന്നുള്ള ഉത്തരം കിട്ടി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇവിടെ തന്നത് ഒന്നും കൂടി പറഞ്ഞു തരാം. നമുക്ക് ചോദ്യം വന്നിട്ടുള്ളത് പെരിമീറ്റർ തന്നിട്ടുണ്ട് 14 സെൻറ്റിമീറ്റർ ആണ് റെക്റ്റാങ്കിളിൻ്റെ എന്നുള്ളത്. അതിന് ലെങ്ത്ത് ക്വസ്റ്റ്യൻ മാർക്കാണ്. ബ്രെഡ്ത്ത് 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പം നമുക്ക് ഇവിടെ അറിയുന്ന കാര്യമാണ് പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് 14 സെൻറ്റിമീറ്റർ ആണ്. ബ്രെഡ്ത്ത് 2 സെൻറ്റിമീറ്റർ ആണ്. ലെങ്ത്ത് ക്വസ്റ്റ്യൻ മാർക്കാണ്. നമുക്കറിയാം ഇക്വേഷൻ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 × ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ്. തന്നിട്ടുണ്ട് പെരിമീറ്റർ 14 ആണെന്നുള്ളത്. 14 ഈക്വൽ ടു 2 × ലെങ്ത്ത് പ്ലസ് 2 ആണ്. ഈ 2നെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ ഡിവൈഡഡ് ബൈ 2 ആയി. 14 ഡിവൈഡഡ് ബൈ 2 ആയി. ഈക്വൽ ടു ലെങ്ത്ത് പ്ലസ് 2 ആണ്. 14 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ 7 കിട്ടി. 7 അതേപോലെ എഴുതുക. റൈറ്റ് സൈഡ് അതേപോലെ എഴുതുക. ലെങ്ത്ത് പ്ലസ് 2. +2നെ റൈറ്റ് സൈഡ് +2നെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ -2 ആവും. 7 - 2 ഈക്വൽ ടു ലെങ്ത്ത് ആണ്. 7 7 2 കുറച്ച് കഴിഞ്ഞാൽ 5 ആണ്. അപ്പോൾ ലെങ്ത്ത് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഓക്കെ, ലെങ്ത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ലെങ്ത്ത് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ ആണ് എന്നുള്ളത്.
ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യന് ഞാൻ വായിച്ചു തരാം. പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഈക്വൽ ടു 20 സെൻറ്റിമീറ്റർ സൈഡ് ഓഫ് എ ലെങ്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു സ്ക്വയറിൻ്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട്. ഫസ്റ്റിനെ നമുക്ക് സ്ക്വയർ വരയ്ക്കാം. ഇതാണ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ സൈഡ്സും ഈക്വലാണ്. അപ്പോൾ സ്ക്വയർ നമ്മൾ വരച്ചിട്ടുണ്ട്. അതിൽ സ്ക്വയറിൻ്റെ പ്രത്യേകത അതിൻ്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 20 സെൻറ്റിമീറ്റർ ആണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം. ഗിവൺ പെരിമീറ്റർ ഓഫ് സ്ക്വയർ 20 സെൻറ്റിമീറ്റർ നമുക്കറിയുന്ന കാര്യമാണ്. എന്ത് വേറൊന്നുമല്ല, പെരിമീറ്റർ ഓഫ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇക്വേഷനായിട്ട് നമുക്കറിയാം എന്താണ്, 4 ടൈംസ് ഇറ്റ്സ് സൈഡ് ഓഫ് വൺ ലെങ്ത്ത്. 4 ടൈംസ് ഇറ്റ്സ് സൈഡ് ഓഫ് വൺ ലെങ്ത്ത് എന്നുള്ളത് 4 ടൈംസ് സൈഡ് ഓഫ് വൺ ലെങ്ത്ത്. പിന്നെ നമുക്ക് ഇതന്നെ നമുക്കറിയാം 20 സെൻറ്റിമീറ്റർ. ഈ ഫസ്റ്റ് രണ്ട് ടേംസും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് റിട്ടേൺ ചെയ്യാം. 20 സെൻറ്റിമീറ്റർ ഈക്വൽ ടു എന്താണ് 4 ടൈംസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണ് വരിക. അപ്പോൾ 4 ഇൻറ്റു സൈഡ് ഓഫ് വൺ ലെങ്ത്ത്, നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സൈഡ് ഓഫ് വൺ ലെങ്ത്ത് കാണാനാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, സൈഡ് ഓഫ് വൺ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 20 സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ 4. അപ്പോൾ നമുക്ക് കിട്ടുക ഉത്തരം എന്താണ്, 20 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ 5 ആണ്. അതാണ് സൈഡ് ഓഫ് വൺ ലെങ്ത്ത് ഈക്വൽ ടു സൈഡ് ഓഫ് വൺ ലെങ്ത്ത്. അപ്പോൾ 20 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. 5 ഈക്വൽ ടു സൈഡ് ഓഫ് വൺ ലെങ്ത്ത് എന്ന് കിട്ടി. ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻസ് പറഞ്ഞു തരാം. നമ്മളിവിടെ ഒരു സ്ക്വയർ ഉണ്ട്. ഈ ഒരു സ്ക്വയറിൻ്റെ പ്രത്യേകത എല്ലാ സൈഡ്സും ഈക്വലാണ്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 20 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ ഒരു ലെങ്ത്താണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്ക് പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ടൈംസ് ഇറ്റ് സൈഡ് ഓഫ് വൺ ലെങ്ത് ആണ്. പെരിമീറ്റർ തന്നിട്ടുണ്ട് 20 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു സൈഡ് ഓഫ് വൺ ലെങ്ത് ആണ്. ഇവിടെ 4 ഇൻറ്റു ആണ്. അത് ലെഫ്റ്റ് സൈഡ് കൊണ്ടുപോകുമ്പോൾ 4 ഡിവൈഡഡ് ബൈ ആവും. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ 20 സെൻറ്റിമീറ്റർ ഡിവൈഡ് ബൈ 4. ഇത് സൈഡ് ഓഫ് വൺ ലെങ്ത് അതേപോലെ താഴത്തേക്ക് എടുത്ത് എഴുതി. 20 ഡിവൈഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ 5 ആണ്. അതങ്ങനെ എഴുതുക. അപ്പോൾ അത് റൈറ്റ് സൈഡിൽ അതേപോലെ സൈഡ് ഓഫ് വൺ ലെങ്ത് ഈക്വൽ ടു 5 എന്ന് കിട്ടി. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാം. നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ 12 മീറ്റർ ആണ്, ലെങ്ത്ത് 3 മീറ്റർ ആണ്. ഇത് മീറ്ററിൻ്റെ ടേംസിലാണ് ഉള്ളത്. ലെങ്ത്ത് തന്നിട്ടുണ്ട്, ബ്രെഡ്ത്താണ് കാണേണ്ടത്. ഓക്കെ, ആദ്യം തന്നെ റെക്ടാങ്കിൾ വരക്കാം. ഇതാണ് റെക്ടാങ്കിളിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട്. ലെങ്ത്ത് എന്ന് പറയുന്നത് 3 മീറ്റർ ആണ് അല്ലേ. ക്വസ്റ്റ്യൻ നമുക്കൊന്നും കൂടി നോക്കാം. ലെങ്ത്ത് എന്ന് പറയുന്നത് പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിളിൻ്റെ ലെങ്ത്ത് 3 മീറ്ററാണ്, ബ്രെഡ്ത്താണ് കാണേണ്ടത്. ലെങ്ത്ത് 3 മീറ്ററാണ്, ബ്രെഡ്ത്താണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട്. ഒരു റെക്ടാങ്കിൾ വരച്ചിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്ത് 3 ആണ്. ലെങ്ത്ത് എന്ന് പറയുന്നത് 3 മീറ്ററാണ്. ബ്രെഡ്ത്ത് അറിയില്ല, ബ്രെഡ്ത്ത് ക്വസ്റ്റ്യൻ മാർക്കാണ്. പെരിമീറ്റർ എന്ന് പറയുന്നത് ബ്രെഡ്ത്ത് അറിയില്ല. പെരിമീറ്റർ എന്ന് പറയുന്നത് കിട്ടിയിട്ടുണ്ട് 12 മീറ്റർ ആണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എഴുതാം. ഗിവൺ പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ 12 മീറ്റർ എന്ന് എഴുതി. ഇനി നമുക്ക് തന്നിട്ടുണ്ട് ലെങ്ത്ത് 3 മീറ്റർ. ലെങ്ത്ത് ഈക്വൽ ടു 3 മീറ്റർ തന്നിട്ടുണ്ട്. ബ്രെഡ്ത്ത് അറിയില്ല. നമുക്കറിയാം ഇക്വേഷന് ബ്രെഡ്ത്ത് ബി ആണ്, ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോൾ നമുക്കറിയുന്ന ഇക്വേഷനാണ് പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ എന്ന് പറഞ്ഞാൽ 2 ടൈംസ് ഇറ്റ്സ് ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്താണ് എന്നുള്ളത്. ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്താണ് അല്ലേ.
പെരിമീറ്റർ തന്നിട്ടുണ്ട് 12 മീറ്റർ ആണെന്നുള്ളത്. അപ്പോൾ 12 അതേപോലെ എഴുതുക. 12 ഈക്വൽ ടു 2 ടൈംസ് റൈറ്റ് സൈഡിലുള്ളത് അതേപോലെ 2 ടൈംസ് ലെങ്ത്ത് തന്നിട്ടുണ്ട് 3 മീറ്റർ എന്നുള്ളത് 3 ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബ്രെഡ്ത്ത് എന്നോട് കാണാൻ പറഞ്ഞിട്ടുണ്ട്. ബ്രെഡ്ത്തിന് ബി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ 12 ആണ്, റൈറ്റ് സൈഡിൽ 2 മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട് 3 + ബിയിൽ. അപ്പോൾ 2 മൾട്ടിപ്ലൈ ചെയ്തത് കൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ഡിവൈഡഡ് ബൈ 2 ആവും. അതായത് 12 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു നമുക്ക് എഴുതാം 3 + ബി ആണെന്നുള്ളത്. 3 + ബി എന്നുള്ളത്. എന്നിട്ട് ലെഫ്റ്റ് സൈഡിലുള്ളത് നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ 12 ഡിവൈഡഡ് ബൈ 2 എന്ന് ചെയ്യുമ്പോൾ 6 എന്ന് കിട്ടും. 6 ഈക്വൽ ടു 3 + ബി. 3 + ബി എന്നുള്ളത് 3 + ബി. ഓക്കെ, അപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലുള്ളത് 3 ആണ്. അത് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ -3 ആവും. +3 ഉള്ളത് -3 ആവും. അതായത് 6 - 3 ഈക്വൽ ടു ലെഫ്റ്റ് സൈഡിലുള്ള ടേം അതേപോലെ എഴുതുക ബി എന്നുള്ളത്. നമ്മുടെ ബി അല്ലേ ചോദിച്ചിട്ടുള്ളത്, ബി അല്ലേ കാണാൻ പറഞ്ഞത്. 6 - 3 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ 3 ഈക്വൽ ടു ബ്രെഡ്ത്ത് എന്ന് എഴുതാം. 3 ഈക്വൽ ടു ബ്രെഡ്ത്താണ് കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 3 ഈക്വൽ ടു ബ്രെഡ്ത്ത് എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ തന്നത് ഞാൻ ഒന്നും കൂടി എക്സ്പ്ലനേഷൻസ് പറഞ്ഞു തരാം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത ഒരു റെക്റ്റാങ്കിളാണ്. റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ 12 മീറ്റർ, അതിൻ്റെ ചുറ്റളവ് 12 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഗിവൺ പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ ഈക്വൽ ടു 12 മീറ്റർ. ലെങ്ത്ത് തന്നിട്ടുണ്ട് 3 മീറ്ററാണ്. ബ്രെഡ്ത്ത് ക്വസ്റ്റ്യൻ മാർക്കാണ്. നമുക്കറിയാം ഇക്വേഷൻ പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിളിൻ്റെ ഇക്വേഷൻ 2 × ലെങ്ത്ത് + ബ്രെഡ്ത്താണ്. 2 × ലെങ്ത്ത് + ബ്രെഡ്ത്താണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 12 ആണെന്നുള്ളത് അല്ലേ. അപ്പോൾ 12 ഈക്വൽ ടു 2 × ലെങ്ത്ത് 3 ആണ്, 3 + ബ്രെഡ്ത്ത്. അപ്പോൾ ഈ 2 ഇവിടെ 2 ഇൻറ്റു ആണ്. അത് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ 2 ഡിവൈഡഡ് ബൈ ആവും. അതായത് ഇപ്പുറത്തെ സൈഡിൽ ഇൻറ്റു ആണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോകുമ്പോൾ ഡിവൈഡഡ് ബൈ ആവും. ഇപ്പുറത്തെ സൈഡിൽ പ്ലസ് ആണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോകുമ്പോൾ മൈനസ് ആവും. അതങ്ങനെയാണ് കേട്ടോ. അപ്പോൾ 12 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 3 + ബി എന്ന് കിട്ടും. 12 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് 6 ആണ്. 12 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6 കിട്ടും. ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ അതേപോലെ എഴുതുകയാണ്. ലെഫ്റ്റ് സൈഡിൽ 6 എന്ന് കിട്ടി, റൈറ്റ് സൈഡിൽ 3 + ബി എന്ന് എഴുതി. ഇനി ഇവിടെ 3 + ബി ആണ്. 3 എന്നുള്ളത് പ്ലസ് സൈനാണ്. അത് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ -3 ആവും. അതാണ് നമ്മൾ അടുത്ത ഭാഗത്ത് എഴുതുന്നത്. 6 - 3 ഈക്വൽ ടു ബി. 6 ന്ന് 3 കുറച്ച് കഴിഞ്ഞാൽ 3 ആണ്. അപ്പോൾ 6 - 3 ഈക്വൽ ടു 3 ആണ്. 3 ഈക്വൽ ടു ബ്രെഡ്ത്ത് കിട്ടിയിട്ടുണ്ട് 3 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.